Hello guys, I am Adrian and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് ഓർ സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ്സിൻ്റെ വേണ്ടിയിട്ട് പുതിയ മാർവൽ സ്റ്റോറിക്ക് എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന നമ്മുടെ MCയുടെ അല്ലെങ്കിൽ മാർവലിൻ്റെ അടുത്ത സിനിമയെക്കുറിച്ച് ഒരുപാട് അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്തുകൊണ്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തില്ല എന്ന് വെച്ചാൽ ഒരുപാട് അപ്ഡേറ്റ്സ് കിട്ടിക്കോട്ടെ എന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം എന്നൊരു പ്ലാനിലായിരുന്നു. സോ എന്തൊക്കെ തന്നെയായാലും ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സും വില്ലൻസിനെ കുറിച്ചും ആൻഡ് പ്ലോട്ടിനെ കുറിച്ചുള്ള ഒരുപാട് അപ്ഡേറ്റ്സും തിയറീസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ ചെയ്യപ്പെടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആവുകയില്ല. അടുത്ത ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ കിടക്കാം. സോ ഗൈസ്, ആദ്യം തന്നെ പറഞ്ഞോടെ ഞാൻ ഈ ചാനലിൽ എന്ത് തിയറി വീഡിയോസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക തിയറീസ് അല്ലെങ്കിൽ ഫാൻ തിയറീസ് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഇതെല്ലാം തിയറീസ് മാത്രമാണ്. ഇതൊന്നും 100% സിനിമയിൽ വരും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ബാക്കിയുള്ളവർ അങ്ങനെ ഉറപ്പിച്ച് പറയുമായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയുന്ന ഒരാളല്ല. എന്തൊക്കെ തന്നെയായാലും നമ്മൾക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ്, ആദ്യം നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിൽ പുതിയൊരു സൂട്ടാണ് നമ്മുടെ സ്പൈഡർമാൻ ടോം ഹോളണ്ട് പീറ്റർ പാർക്കർ ഉണ്ടാകുന്നത്. സോ അതിൻ്റെ ഒരു റിവീൽ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്, നമ്മുടെ മാർവൽ പുറത്തു വിട്ടത്. അത് ഭയങ്കര ഹൈപ്പോടെ വന്നിട്ട് നല്ല ഹൈപ്പോടെ തന്നെ ഇപ്പം നിൽക്കുന്നൊരു സംഭവം തന്നെയാണ്. അവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൂട്ട് വന്നിട്ട് കുറച്ചുകൂടി കോമിക് ആക്യുറേറ്റ് എന്ന പോലെ കുറേ ബ്ലൂ എലമെൻറ്റ്സ് നമുക്കതിൽ കാണാം. പിന്നെ അത് മാത്രമല്ല, ടോബിയുടെ ആൻഡ്രോയുടെ സൂട്ടിൻ്റെ ഒരു മിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രിബ്യൂട്ട് എന്ന പോലെയൊക്കെ നമുക്കൊരു വൈബ് അവിടെ കിട്ടും. പിന്നീട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോവേ ഹോമിൻ്റെ അവസാനം സ്പൈഡി അല്ലെങ്കിൽ പീറ്റർ പാർക്കർ ഉണ്ടാക്കിയ ഒരു ഹോം മെയ്ഡ് സൂട്ട് എവിടെ പോയി എന്ന് നമുക്കുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ അറിയില്ല. ചിലപ്പോൾ മൂവിയുടെ തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടിട്ട് കാണേണ്ടതാണ്. പിന്നീട് എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ പുള്ളിക്കാരൻ പീറ്റർ പാർക്കർ അത് അപ്ഗ്രേഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നേക്കാം. സോ അത് മാത്രമല്ല, ഈ സൂട്ടിന് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഹോം കമ്മിങ്ങിലൊക്കെ കണ്ട പോലെ തന്നെ വെബ് ഷൂട്ടർ വെളിയിലാണ്. സാധാരണ എന്താ പറയുക, ഓരോ സിനിമ കഴിയുന്നതോടും ടെക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പകരം ഇത് എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് എന്തൊക്കെ തന്നെയായാലും ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് സ്കോട്ട്ലൻഡിൽ ഗ്ലാസ്ഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ അതിൻ്റെ കുറേ BTSും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട്. സോ അവിടെ അവർ ന്യൂയോർക്കിൻ്റെ സെറ്റ് ഇട്ടിട്ടാണ് അവർ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ കുറേ സംഭവങ്ങൾ ഒരുപാട് ലീക്സൊക്കെ വന്നതോടുകൂടി നമ്മുടെ മാർവൽ തന്നെ ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി. കാരണം എന്താ പറയുക, എല്ലാവരും പുറത്തു വിടാൻ തുടങ്ങി, അവസാനം മാർവലും പുറത്തു വിട്ടു. സോ ആ ഒരു ഇത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര ആക്ഷൻ ലെവലായിട്ട് തന്നെയാണ് ആ ഒരു പടം എടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സോ എന്തുകൊണ്ട് ഈ ഒരു പടം ന്യൂയോർക്കിൽ ഷൂട്ട് ചെയ്യുന്നില്ല, അതായത് റിയൽ ന്യൂയോർക്കിൽ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, ന്യൂയോർക്കിൽ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ സ്കോട്ട്ലൻഡിൽ ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര എക്സ്പെൻസീവാണ്. ആൻഡ് അത് മാത്രമല്ല, ഇവർ ഈ ഗ്ലാസ്ഗോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ചുറ്റുമുള്ള ഒരുപാട് റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടാണ് അവർ ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. സോ അതൊന്നും ന്യൂയോർക്കിൽ പ്രാക്ടിക്കൽ അല്ല, ആസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിസിയസ്റ്റ് ആൻഡ് ഹാപ്പനിങ് സിറ്റീസ് ഇൻ ദ ഹോൾ വേൾഡ്. സോ പിന്നെ നമുക്ക് അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി കൺഫേം ആണ്, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാവേജ് ഹൾക്കായിട്ട് വരും എന്നാണ് പറയുന്നത്. സോ അതിൽ ഗ്രേ കളർ ഹൾക്കായിട്ട് വരുമോ എന്നും സംശയമുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോമിക്സിൽ ആദ്യം ഗ്രേ കളറായിട്ടാണ് ഹൾക്ക് വന്നിരുന്നത്. ആൻഡ് എന്താ പറയുക, ആ ഒരു കോമിക്സിലെ ഒരു പ്രിൻറ്റിങ് ഇഷ്യൂ കാരണമാണ് ഗ്രീൻ കളർ ആയത്. ആൻഡ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്, ഈ വീഡിയോയിൽ പറയുന്നില്ല, എന്നാൽ പിന്നെ ചെറുതായിട്ട് പറഞ്ഞു പോവാം. നമ്മുടെ ഹോം കമ്മിങ്ങിലുള്ള ഈസ്റ്റർ ഒക്കെയാണ് കേസ്. അതായത് നമ്മുടെ സ്പൈഡർമാൻ്റെ പീറ്റർ പാർക്കറിൻ്റെ സ്കൂളിൽ ഒരുപാട് പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ വലിയ ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലുള്ള സയൻറ്റിസ്റ്റുകളുടെ പടം വയ്ക്കുന്നതിൻ്റെ കൂടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നൊരു പടമാണ് നമ്മുടെ ബ്രൂസ് ബാനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അതായത് നമ്മുടെ ഹൾക്കിൻ്റെ ആ ഒരു പടവും നമുക്ക് കാണാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. സോ അവിടെ എനിക്ക് തോന്നുന്നു ഇതിൽ തീർച്ചയായിട്ടും മെൻറ്ററായിട്ട് തന്നെ ആവണം നമ്മുടെ ബ്രൂസ് ബാനർ. നമ്മുടെ എന്താ പറയുക, പീറ്റർ പാർക്കറിൻ്റെ മെൻറ്ററായിട്ട് തന്നെ ആവണം പറഞ്ഞത്. നമ്മുടെ എന്താ പറയുക, ടോണി സ്റ്റാർക്ക് വന്നതുപോലെ തന്നെ. എന്തൊക്കെ തന്നെയായാലും ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, ഒരുപാട് കാലത്ത് മാർവൽ ഫാൻസ് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ
അല്ലെങ്കിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചൊരു അപ്ഡേറ്റാണ്. അതായത് പണിഷർ ഒരു സ്പെഷ്യൽ പ്രസൻറ്റേഷൻ MCUയിലോട്ട് തന്നെ വരാൻ പോവുകയാണ്. ആൻഡ് ഓൾറെഡി ഡെയർ ബോൺ അഗെയിനിൽ അപ്പിയറൻസ് നടത്തിയതുമാണ്. സോ എന്തൊക്കെ തന്നെയും പലരും പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതനുസരിച്ച് ആദ്യം ഈ സിനിമയിൽ ഒരു വില്ലൻ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ആൻറ്റി ഹീറോ ടൈപ്പ്, ഓഫ് കോഴ്സ് ഡെയർ ബോൺ അഗെയിനിലും അങ്ങനെയാണല്ലോ വന്നത്, അതുപോലെ വന്നിട്ട് എന്ന് വെച്ചാൽ ഒരു വലിയ ത്രെറ്റ് വരുമ്പോൾ അതെന്ത് ത്രെറ്റാണെന്നറിയില്ല. ഇപ്പോൾ വരുന്ന ജസ്റ്റ് ഒരു ഫാൻ തിയറി, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അതായത് ഒരു ത്രെറ്റ് വരുമ്പോൾ നമ്മുടെ പണിഷർ സ്പൈഡർമാനുമായിട്ട് ഒന്നിക്കുന്നു എന്നുള്ള ലെവലിലാണ് എന്നാണ് പറയുന്നത്. അതിൽ എനിക്ക് അത്ര ഒരു വിശ്വാസതയില്ല. പണിഷർ ചിലപ്പോൾ വന്നേക്കാം, പക്ഷേ ഈ തിയറിയിൽ എനിക്ക് തീരെ വിശ്വാസമില്ല ഗൈസ്. പിന്നെ നെക്സ്റ്റ് തിയറി എന്ന് പറയുന്നത് ഡെയർ ഡെവിളാണ്. ഓഫ്കോഴ്സ് ഡെയർ ഡെവിൾ വരേണ്ടതാണ്. നമ്മൾ എന്താ പറയുക, നോ വേ ഹോമിൽ കണ്ടതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തീർച്ചയായിട്ടും വരേണ്ടതാണ്. അതിന് കുറച്ച് വലിയ അപ്ഡേറ്റ്സ് ഇല്ല. ആൻഡ് കിങ് പിൻ, ഓഫ്കോഴ്സ് കിങ് പിന് വരാൻ സാധ്യതയുണ്ട് ആസ് എ ബിഗ് ബാഡ് എന്നൊരു രീതിക്ക്. സോ ഇനി നമുക്ക് ഈ മൂന്ന് ജോണർ പറയാം. ഈ ഒരു മൂവിയുടെ ജോണർ എന്ന് പറയുന്നത് ഒരു പക്ക സ്ട്രീറ്റ് ലെവൽ സ്റ്റോറിയാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇത്ര നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു പക്ക ഒരു സൂപ്പർ ഹീറോ ലൈക്ക് പടമായിരുന്നു നമ്മൾ ടോം ഹോളണ്ടിൻ്റെ ഇത് കണ്ടുകൊണ്ടിരുന്നത്. അതായത് എന്താ പറയുക, ബാക്കിയുള്ള സൂപ്പർ ഹീറോസ് വരുന്നു. പക്ഷേ നമ്മൾ മിസ് ചെയ്തിരുന്ന ഒരു സ്പൈഡർമാനിൻ്റെ ഒരു വൈബുണ്ട്. അതായത് യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. അത് ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനിനെ ഒരിക്കലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ന്യൂയോർക്കിലെ ഇതും കണ്ട് അങ്ങനത്തെ ചെറിയ ചില്ലറ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു ടൈപ്പ് സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് സ്ട്രീറ്റ് ലെവൽ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഇതിലേക്ക് വില്ലൻസിലേക്ക് വരാം. വില്ലൻസിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകത്തേ ഉള്ളൂ ഗൈസ്. അതായത് ഇതിൽ ഒരുപാട് ടൺ കണക്കിന് അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിലും വില്ലൻസിനെ കുറച്ച് വളരെ ഒത്തൻറ്റിക്കായിട്ട് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ്സും കിട്ടുന്നില്ല എന്ന് തന്നെ പറയണം. എന്തൊക്കെയായാലും കിട്ടിയത് ഞാൻ കുറച്ച് പറയാം. അതായത് നമ്മുടെ മിസ്റ്റർ നെഗറ്റീവ്, ഓഫ്കോഴ്സ് നമ്മുടെ മിസ്റ്റർ ലീ എന്ന് പറയുന്ന മിസ്റ്റർ നെഗറ്റീവ് എന്ന് പറയുന്ന വില്ലൻ. ഓഫ്കോഴ്സ് ഞാൻ മറ്റേ സ്പൈഡർമാൻ റീമാസ്റ്റർഡ് ഗെയിം കളിച്ചവർക്ക് അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. അതിലെ വില്ലൻ, അതുപോലെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വില്ലൻസിൻ്റെ ഒരാളായിട്ടുള്ള മിസ്റ്റർ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുള്ളൂ. ആൻഡ് നമ്മളെ വില്യം ഡാഫോ ഗ്രീൻ ഗോബ്ലിനായിട്ട് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഇതിൽ കൺഫേം ആയിട്ട് വന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സ്കോർപ്പിയോണായിട്ട് അഭിനയിച്ചിരുന്ന ആക്ടർ പുള്ളിക്കാരനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ടീസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്കോർപ്പിയോൺ ഓൾമോസ്റ്റ് റിട്ടേൺ ആണെന്ന് തന്നെ നമുക്ക് കൺഫേം ചെയ്യാം. ഇനിയാണ് ഈ സിനിമയിൽ ചില എന്താ പറയുക പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് പോലെ നമുക്ക് പറയണ്ടാവും. കാരണം ഈ സിനിമയ്ക്ക് തൊട്ട് മുമ്പേ, അതായത് ഇപ്പം കഴിഞ്ഞ സിനിമയാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. സോ അതിന് മുമ്പ്, അതായത് ഈ സ്പൈഡർമാന് മുമ്പ് എങ്ങനെ ആ ഒരു സിനിമയെ ഇവർ കണക്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ആ ഒരു സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒരു പോസ്റ്റർ സീനാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫാന്റാസ്റ്റിക് ഫോർ ഈ സിനിമയിൽ വരും എന്നുള്ളതും ഒരു എന്താ പറയുക ചാൻസ് ഉള്ളൊരു സംഭവമാണ്. ആൻഡ് ഓൾറെഡി ആസ് എ മെൻഷൻ ഇതൊരു സ്ട്രീറ്റ് ലെവൽ സ്റ്റോറി ആയിരിക്കും ഗൈസ്. ആൻഡ് അത് ഓൾറെഡി കൺഫേംഡ് ആണ്, സ്ട്രീറ്റ് ലെവൽ സ്റ്റോറിയാണ്, ഒരു നോർമൽ സ്പൈഡർമാൻ സ്റ്റോറിയാണ്. പക്ഷേ സ്ട്രീറ്റ് ലെവൽ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആ ഒരു വൈബ് പിടിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഷാങ്ചിയുടെ ഡയറക്ടറായിട്ടുള്ള ഡസ്റ്റൻ ഡാനിയൽ ക്രെറ്റനാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്ഷൻ സീൻസിനൊന്നും ഒരു പഞ്ഞവും വരില്ല. ആൻഡ് സിനിമാറ്റോഗ്രാഫി വിൽ ബി ടോപ്പ് നോച്ച്. ആൻഡ് ഷാങ്ചി കണ്ടവർക്ക് നമുക്കറിയാവുന്നതല്ലേ. ആൻഡ് ഈ സിനിമയിൽ ടൈം ട്രാവൽ ഉണ്ടോ എന്ന് വെച്ചാൽ സാധ്യതയുണ്ട്. കാരണം ഇതിപ്പോഴും നമ്മൾ മാർവലിൽ നിൽക്കുന്നത് മൾട്ടിവേഴ്സ് സാഗയിലാണ്. മൾട്ടിവേഴ്സ് ഇതുവരെ നമ്മുടെ MCU തീർന്നിട്ടില്ല. സോ എന്തൊക്കെ തന്നെയാലും ടൈം ട്രാവൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഞാൻ എന്താ പറയുക ഇതാക്കുന്നില്ല. ബട്ട് എന്തൊക്കെ തന്നെയാലും ക്രെഡിറ്റ് സീൻ, ഈ സിനിമയിൽ 2 ക്രെഡിറ്റ് സീൻ ഉണ്ടാവേണ്ടതാണ്, ഒരു മിഡും ഒരു പോസ്റ്റും. സോ അത് തീർച്ചയായിട്ടും ലീഡ് ചെയ്യാൻ പോകുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലേക്കായിരിക്കും. നമ്മൾ നോവേ ഹോമിലെ പോസ്റ്റർ സീൻ കണ്ടതാണ്. അതായത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൻ്റെ ഒരു ട്രെയിലർ പോലത്തെ ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് അന്ന് വളരെ ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു പടം തന്നെയായിരുന്നു. പക്ഷേ ഈ ഡൂംസ്ഡേ എന്ന് പറയുന്ന ഒരു അവഞ്ചേഴ്സ് പടമാണ്, അതുകൊണ്ട് തന്നെ വളരെ വലിയ ഹൈപ്പ് തന്നെ ഉണ്ടാകും. സോ എന്തൊക്കെ തന്നെയായാലും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ
is one of the most anticipated Marvel movies and also one of the most anticipated movies in the whole world for the next year. സോ എന്തൊക്കെ തന്നെയായാലും എനിക്ക് ഈ പടം എനിക്ക് ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണം കൊണ്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് ഞാൻ മെയിനായിട്ട് പറഞ്ഞില്ല. ഈ സിനിമയിൽ ചിലപ്പം ഗൈസ് നമ്മളെ ടോബി ആൻഡ്രൂവും തിരിച്ച് വന്നേക്കാം മീൻസ് ദേ മൈറ്റ് റിപ്രൈസ് ദെയർ റോൾസ് ആസ് ദ റെസ്പെക്റ്റീവ് സ്പൈഡർമാൻസ് അല്ലെങ്കിൽ പീറ്റർ പാർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് റിപ്രൈസ് ചെയ്തേക്കാം. അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയുക ഭാവിയിൽ കുറച്ചുകൂടി എന്താ പറയുക പ്രിസൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ലീക്കൊക്കെ കിട്ടിയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഗൈസ് ഇത്രയൊക്കെയായിരുന്നു ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർവൽ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കിട്ടാം. അതൊരു സൈനിങ് ഔട്ട് ആൻഡ് യു വാച്ച് സൂപ്പർ ടീം ആൻഡ് സൂപ്പർ ഹീറോസ്.